വളരെ സ്നേഹത്തോടെയാണ് ഇവരുടെ എല്ലാ വിശേഷങ്ങളും ഏറ്റെടുക്കാറുള്ളത്. ഇപ്പോഴിതാ സിബിൻ്റെ ആദ്യ ബന്ധത്തിലെ മകൻ്റെ വിവാഹമാണ്. ഇപ്പോഴിതാ സിബിൻ്റെ മകൻ്റെ പിറന്നാളാണ് എന്നാണ് താരം പറയുന്നത്. ഞാൻ ഈ ലോകത്ത് ഇപ്പോൾ സ്നേഹിക്കുന്നത് ആരെയും ഖുഷിയും എൻ്റെ മകനെയും തന്നെയാണ് എന്നെപ്പോഴും സിബിൻ പറയാറുണ്ട്. അതിനു മുൻപ് വരെയും എൻ്റെ മകൻ മാത്രമായിരുന്നു ആ ഒരു സ്ഥാനത്തുള്ളത്. എന്നാൽ എൻ്റെ മകനെ സ്വന്തം മകനായി കാണുന്ന ഒരാളെയാണ് എനിക്ക് ഭാര്യയായി സ്വീകരിക്കാൻ സാധിച്ചതും. എൻ്റെ മകനെ ഒന്ന് കാണാൻ പോലും എനിക്ക് സാധിക്കാറില്ല. അങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്ന സമയവും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. ഉണ്ടായിരുന്ന സമയത്തെ ചിത്രങ്ങളാണ് പങ്കുവച്ച് എത്തിയിരിക്കുന്നത്. സിബിൻ ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ നിരവധി പേരാണ് പോസ്റ്റുകളുമായി എത്താറുള്ളത്. ഇപ്പോൾ താരപുത്രന് ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുന്നുമുണ്ട്. സിബിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സിബിൻ എന്തുമാത്രമാണ് ആ കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നതെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ മകന് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നു എന്ന് പറയാം. ഉനക്കെന്നെ വേണം സൊല്ല് എന്ന ഗാനത്തോടെ തന്നെയാണ് മകനെ പല പ്രായത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് എത്തിയത്. അപ്പം നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, നിൻ്റെ ദിവസമാണിത്, നീ എൻ പിറന്നാൾ ആഘോഷിക്കൂ, ഇങ്ങനെ പറഞ്ഞാണ് സിബിൻ എത്തുന്നത്. ഇതിനു മുൻപും സിബിൻ മകൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുമുണ്ടായിരുന്നു. ഒരു അഭിമുഖത്തിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. സിബിനും സിബിൻ്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ചും സിബിൻ അന്ന് അഭിസംബോധന ചെയ്തിരുന്നു. സിബിൻ്റെ വീഡിയോയ്ക്ക് താഴെ ഭാര്യ വന്ന ചില കാര്യങ്ങൾ പറയുകയും അതുവഴി ആളുകൾ എല്ലാവരും തന്നെ തെറ്റിദ്ധരിക്കുകയും ചെയ്തുവെന്ന് സിബിൻ ഒരിക്കൽ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആരാണെന്ന് പോലും മകൻ അറിയില്ലായിരുന്നു ഒരു സമയത്ത്. കാശ് വരാൻ വൈകിയാൽ മാത്രം ഭാര്യ വിളിക്കുന്നൊരു സമയം എനിക്കുണ്ടായിരുന്നുവെന്നാണ് സിബിൻ പറയുന്നത്. കഴിഞ്ഞ മെയ്യിലാണ് നടിയും അവതാരകയുമായ ആര്യ വിവാഹിതയാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിച്ചത്. DJ ആയ സിബിൻ ബെഞ്ചമിനാണ് വിവാഹം ചെയ്യുന്നതെന്നും വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളാണെന്നും ആര്യ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇവരുടെ വിവാഹം നടന്നതും വളരെയധികം ആഘോഷപ്രദമായിട്ടായിരുന്നു. ആര്യയുടെ അമ്മയുടെ അടുത്ത വിവാഹക്കാര്യം അവതരിപ്പിച്ചപ്പോഴുള്ളൊരവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോൾ ആദ്യം അവർ വിവരിച്ചത്. അതിനുശേഷമാണ് തൻ്റെ മകൻ ഭാര്യയുടെ ആരോപണങ്ങളെക്കുറിച്ചുമൊക്കെ സിബിൻ പ്രതികരിച്ചത്. മകൻ താൻ ആരാണെന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യത്തിൽ വളർന്നിട്ടുണ്ട്. മകന് 2 വയസ്സ് കഴിഞ്ഞ ദിവസമാണ് തൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയതെന്ന് സിബിൻ പറയുന്നു. തനിക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മകനാണ്. അവന് വേണ്ടി എന്തും ചെയ്യും. അവൻ്റെ ചികിത്സയെക്കുറിച്ചോ പഠിക്കുന്ന സ്കൂളിനെക്കുറിച്ചോ തന്നോട് പറയില്ലെന്ന് സിബിൻ പറഞ്ഞു. ബാംഗ്ലൂരിലായിരുന്നു മകൻ. പറ്റുമ്പോഴെല്ലാം കാണാൻ ഞാൻ പോകുമായിരുന്നു. അന്ന് സാമ്പത്തിക ശേഷി പോലും എനിക്ക് വലുതായി ഇല്ലാത്ത സമയമാണ്. പിന്നീട് മുൻ ഭാര്യയുമായുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളായി. അതോടെ മകനെ എന്നെ കാണിക്കാതിരുന്ന സാഹചര്യം വന്നു തുടങ്ങി. ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആധികാരികത വരണമെങ്കിൽ പേഴ്സണൽ ചാറ്റുകൾ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കാണിക്കേണ്ടി വരും. ഞാൻ കൂട്ടുകാരുമായി സംസാരിച്ച കോൾ റെക്കോർഡുകളുണ്ട്. ഞാൻ അവളുമായി സംസാരിച്ചതിൻ്റെ കോൾ റെക്കോർഡുകളെല്ലാം ശേഖരിച്ചു വെച്ചിരുന്നു എന്നാണ് അന്ന് സിബിൻ പറഞ്ഞത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.